24 ന്യൂസ് ചാനലിലെ തമ്മിൽ തമ്മിൽ പ്രോഗ്രാമും ഗായിക അമൃത സുരേഷും കുടുംബവുമാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത്. കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത തമ്മിൽ തമ്മിൽ പ്രോഗ്രാമിന്റെ ചർച്ചാ വിഷയം വൃദ്ധസദനങ്ങളിൽ പെരുകുന്ന കേരളം എന്നായിരുന്നു. ചർച്ചയിൽ പങ്കെടുത്തവരിൽ ഒരാൾ എറണാകുളത്തെ മൃദുകുലം കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് ട്രസ്റ്റിൽ അനിൽ ജോസ് ആയിരുന്നു. പരിപാടിയിൽ സംസാരിക്കവേ തന്റെ സ്ഥാപനത്തെക്കുറിച്ചും അവിടുത്തെ അന്തേവാസികളെക്കുറിച്ചും താമസിക്കുന്നവരെക്കുറിച്ചും അനിൽ ജോസും സംസാരിച്ചിരുന്നു. മരിക്കുന്നതിന് കുറച്ചു കാലം മുമ്പ് വരെ ഗായിക അമൃത സുരേഷിന്റെ പിതാവ് തന്റെ സ്ഥാപനത്തിലെ അന്തേവാസിയായിരുന്നു എന്നും അനിൽ പറയുന്നു. ഞങ്ങളുടേത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അവിടെ ഡൊണേഷൻ സ്വീകരിക്കാറില്ല. അവരൊരു കമ്മ്യൂണുണ്ട്. ഇപ്പോൾ 12 പേരാണുള്ളത്. ആൺ, പെൺ, ട്രാൻസ്, സിംഗിൾ പാരന്റ്, LGBTQ, സീനിയർ സിറ്റിസൺ, മാരീഡ്, ഡിവോഴ്സവർ, വൈകല്യമുള്ളവർ തുടങ്ങി എല്ലാവരെയും ഒരുമിച്ചാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ താമസിക്കുന്നത്. മനുഷ്യന്മാരുടെ എല്ലാ വിഭാഗത്തിലും ഒരുമിച്ചാണ് താമസിക്കുക. 4 കണ്ടീഷനുണ്ട് അവിടെ താമസിക്കാൻ. ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ശരീരത്തിലുള്ള ഹാനികരമായ എന്തെങ്കിലും ശീലമുള്ളവർക്ക് അവിടെ താമസ സൗകര്യം ഇല്ല. രണ്ടാമത്തെ കാര്യം, സ്വന്തം ചിലവ് എടുക്കണം. പാലിയേറ്റീവ് കെയർ ഇല്ല. അതിനുള്ള സംവിധാനം ഞങ്ങൾ അവിടെ ഇല്ല. AM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് ലെഗ്രാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങൾക്കൊപ്പമായിരുന്നു. അദ്ദേഹത്തിനൊപ്പം ഒരു ബൈസ്റ്റാൻഡറെ വെച്ചിരുന്നു. അതുപോലെ ഗായിക അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാറും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയതിനു ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹമാണ് വളരെ ഫേമസായ ആർട്ടിസ്റ്റ്. ഐഡിയ സ്റ്റാർ സിംഗർ വഴി വന്ന ഫേമസായ ആളാണല്ലോ മകൾ. ജന്മനാ കഴിവുണ്ടെന്ന് അദ്ദേഹത്തിനാണ്. ഞങ്ങളുടെ അടുത്ത് അദ്ദേഹം പ്രോഗ്രാം ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് നിന്നാണ് അദ്ദേഹം പ്രോഗ്രാമുകൾ പൊയ്ക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ടെന്താണ് കാരണം ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ പെയ്ഡ് സ്റ്റാഫില്ല. ആദ്യം എഴുന്നേൽക്കെ ആൾ ഭക്ഷണം ഉണ്ടാക്കും. ആരെയും നമ്മൾ ഉപദ്രവിക്കാറില്ല. ആക്ടിവിറ്റികൾ നിരവധി ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് അനിൽ ജോസ് പറഞ്ഞത്. എറണാകുളത്ത് സ്വന്തമായി വീടും സ്നേഹിക്കാൻ ഭാര്യയും മക്കളും കൊച്ചുമക്കളും എല്ലാം ഉണ്ടായിരുന്ന അമൃതയുടെ അച്ഛൻ എന്തിന് മൃതകുലം കമ്മ്യൂണിറ്റിയിൽ അഭയം തേടി എന്നുള്ള ചർച്ചകളാണ് തമ്മിൽ തമ്മിൽ പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിൽ വൈറലായതോടെ പ്രേക്ഷകരിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾ. അച്ഛനെക്കുറിച്ച് വാതോരെ സംസാരിക്കാതെയും അച്ഛനെ അതിരായി സ്നേഹിക്കുകയും ചെയ്യുന്ന മക്കളാണ് അമൃതയും സഹോദരി അഭിരാമിയും. എല്ലാ കാര്യത്തും തനിക്ക് കരുത്ത് അച്ഛനായിരുന്നു എന്ന് അമൃത പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അച്ഛനാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പാട്ടുകളുണ്ട്. അച്ഛനാണ് എൻ്റെ സംഗീതം എന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അമൃത പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും എന്തുകൊണ്ട് കുടുംബം വിട്ട് സുരേഷ് മറ്റൊരിടത്ത് അഭയം തേടി എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്.